ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിട്ടോ ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമതിപ്പോൾ വാവയ്ക്ക് ഉള്ളതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാത്തതുണ്ട്. അപ്പം നമ്മൾ ദമാമ അൽ ഹസയിൽ ഉണ്ടായിരുന്ന അഫൂഫ്, അതായത് ഫേമസ് ആയിട്ടുള്ള ഗസരിയ മാർക്കറ്റിലാണ് കേട്ടോ ഉള്ളത്. അവിടുത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റായപ്പോൾ കുറച്ചൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അധികം ആൾക്കറിയാം ഗസരിയ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. അതായത് ഈ അറബിക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഈ അറബികളും ഇങ്ങനെ ഒരുപാട് ട്രഡീഷണൽ മാത്രമല്ല, കുറച്ച് നല്ല നമുക്ക് എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഒരുപാട് കളക്ഷൻസൊക്കെ കിട്ടാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ നാട്ടിലേക്കൊക്കെ പോകുന്ന ഒരു ചോക്ലേറ്റ്സും മറ്റൊക്കെ മേടിക്കാനൊക്കെ ഈ അഫൂഫിൽ വരും കേട്ടോ. പിന്നെ പർദ ഷോപ്പുകൾ, ഗോൾഡ് സൂക്കുണ്ട്. അപ്പോൾ ആ ഗോൾഡ് സൂക്കിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, കാരണം അവിടുത്തെ വീഡിയോസൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അബായ ഷോപ്പുകൾ, ഒരുപാട് അബായ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക ബാർഗെയിൻ ചെയ്താലൊക്കെ കുറച്ച് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ചുറ്റും അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് ഈ ഉള്ള വീഡിയോ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അഫൂഫിൽ വന്ന് കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്നവരാണെങ്കിൽ ഒരുപാട് നമുക്കൊരു മഗ്‌രിബിന് ശേഷം ഇറങ്ങുന്നതാണ് കേട്ടോ. നല്ല അപ്പോഴേക്കും എല്ലാ കടകളും ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഈ വൈകുന്നേരമൊക്കെ അങ്ങനെ കടകളൊന്നും എല്ലാം അങ്ങനെ ഓപ്പൺ ആവില്ല. അതുകൊണ്ടാണ് കുറേ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത്. പൊതുവേ അങ്ങനെയാണ് നിങ്ങൾ ഗൾഫിലുള്ളവർക്കറിയാം. വൈകുന്നേരത്തിന് ശേഷമാണ് നമ്മൾ സൂക്കുകളൊക്കെ ഒന്ന് ആക്റ്റീവായി തുടങ്ങുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് ചപ്പൽസിൻ്റെ ഉണ്ട്, ഡ്രസ്സസിൻ്റെ ഉണ്ട്, അല്ലാത്ത ആക്സസറീസ് ഉണ്ട്, നമ്മൾ ചോക്ലേറ്റ്സ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പും നമ്മളെ SM-ലൊക്കെ പോയ മാതിരി, നമ്മളെ കാലിക്കറ്റ് SM സ്ട്രീറ്റിലൊക്കെ പോയ പോലെ കണ്ടില്ലേ ഒരുപാട് കടകളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ പറ്റില്ല, സോറി. ഞാൻ എടുത്ത വീഡിയോസ് ആയിരുന്നു, പക്ഷേ നമ്മൾ ഫോണൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ കുറേ വീഡിയോസൊക്കെ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ള വീഡിയോ വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പോയി നോക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ആക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ദസ്ബിയ, മുസല്ല, അല്ലാത്ത നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ട്രഡീഷണൽ അറബിക് എന്താ പറയുക അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സുകൾ, കന്തൂറ, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ അറബികളെ ടർബൻ കെട്ടുന്ന അങ്ങനത്തെ ഷോളുകൾ, പിന്നെ ജാക്കറ്റ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ലേഡീസ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് മിസ്സായി ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ കുറേ കുഞ്ഞ് വീഡിയോ ഇറക്കിയതാണ്. അപ്പോൾ ഇതാണ് അഫൂഫ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് അബായസും ഗോൾഡ് സൂക്കിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷോപ്പൊക്കെ അടച്ചിരിക്കുകയായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചോക്ലേറ്റൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വന്നാൽ എപ്പോഴും ഫുഡ് കഴിച്ചിട്ടേ പോകാറുള്ളൂ. അവിടെ റിജൻസി എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഹോട്ടലുണ്ട് കേട്ടോ. സോറി, ഇത് നമ്മൾ പിന്നൊരു ദിവസം പോയപ്പോൾ ഉള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അഫൂഫിൻ്റെ തെരുവോരങ്ങളൊരു രാത്രിക്ക് ശേഷമാണ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവണത്. എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഒരുപാട് എന്താ പറയുക അവിടെ ഉള്ളവരാണ് ഒന്ന് പോയി നോക്കണം കേട്ടോ. നമ്മൾ ഹസയിലുള്ളവരാണെങ്കിൽ അഫൂഫിലൊന്ന് പോയി നോക്കണം. ഹസയിലും അവിടെ അഫൂഫ് ദമാമിലേക്കൊക്കെ വരുന്നവർ. അപ്പോൾ ഇത് പിന്നെ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് പോയപ്പോൾ കേട്ടോ. രാത്രി പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയാൽ എപ്പോഴും റിജൻസിയിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക. അഫൂഫ് പോയി കഴിഞ്ഞാൽ മലയാളി ഹോട്ടലാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കപ്പയും, ഞാൻ പ്രഗ്നൻസിയിലിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു കൊതിയായിരുന്നു. റൂമിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, എന്നാലും ആ കപ്പ മത്തി മുളകിട്ടതും ഒക്കെ നമുക്ക് വേറൊരാൾ ഉണ്ടാക്കി കഴിക്കാനൊരു കൊതി എന്നപ്പോൾ കഴിച്ചതാട്ടോ. ഞങ്ങൾ റൂമിൽ ഓൾറെഡി ഉണ്ടാക്കാറുണ്ട്, എന്നാൽ കൂടിയും വേറെ പുറത്ത് പോയി കഴിക്കുമ്പോൾ അത് നമ്മളുണ്ടാക്കി കഴിക്കില്ലല്ലോ, അപ്പോൾ വേറെ രുചിയായിരിക്കില്ല. അങ്ങനെ ട്രൈ ചെയ്തതാട്ടോ.